നവജാത ശിശു സംരക്ഷണത്തെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഒരു നവജാത ശിശുവിനെ എങ്ങനെ നോക്കണം, പൊക്കിൾക്കൊടി പരിചരണം, ഒരു നവജാത ശിശുവിന് പാല് കൊടുക്കുകയും തടവുകയും ചെയ്യുന്നത്, ഡയപ്പറും ഡയപ്പർ മൂലമുള്ള തടിപ്പും, ഒരു നവജാത ശിശുവിന്റെ ഉറക്കത്തിന്റെ രീതി. ഒരു നവജാത ശിശുവിന്റെ ജനനത്തിൽ മുഴുവൻ കുടുംബവും ആവേശഭരിതരാകുന്നു. കുഞ്ഞിനെ കാണുവാനും കുഞ്ഞിനെ പിടിക്കുവാനും എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനാൽ നവജാത ശിശുവിനെ നോക്കുമ്പോൾ ചില പ്രധാന നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നവജാത ശിശുക്കൾക്ക് വേണ്ടത്ര രോഗപ്രതിരോധ ശേഷിയില്ല. ഇത് അവരെ അണുബാധയ്ക്ക് കാരണമാക്കുന്നു. കുഞ്ഞിനെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് കുഞ്ഞിനെ തൊടുകയോ പിടിക്കുന്നതിനോ മുൻപ് കൈകൾ ശുദ്ധമാക്കേണ്ടത് പ്രധാന കാര്യമാണ്. നവജാത ശിശുവിനെ പിടിക്കുന്നതിനു മുൻപ് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി ശുദ്ധമായ ഉണങ്ങിയ തുണി ഉപയോഗിച്ച് തുടയ്ക്കണം. ആദ്യം പഠിക്കേണ്ടത് ഒരു കുഞ്ഞിനെ എങ്ങനെ പിടിക്കണം എന്നതാണ്. തലയും കഴുത്തും ഒരു കൈകൊണ്ടും മറ്റേ കൈകൊണ്ട് താഴേക്കും പിന്തുണ കൊടുത്ത് കുഞ്ഞിനെ പിടിക്കുക. ഒരു കുഞ്ഞിനെ താഴെ കിടത്തുന്നത് നല്ലതാണ്. കുഞ്ഞിന്റെ തലയും കഴുത്തും പിന്തുണ കൊടുത്ത് കുഞ്ഞിന്റെ ശരീരത്തിന്റെ താഴത്തെ ഭാഗം പിടിക്കുകയും ചെയ്യുക. ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്തുവാൻ താഴെ പറയുന്നവ ചെയ്യുക. കുഞ്ഞിന്റെ കാലിൽ ഇക്കിളിയിടുക, അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥാനത്ത് കുഞ്ഞിനെ ഉയർത്തി പിന്തുണ കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ചെവിയിൽ മൃദുലമായി സ്പർശിക്കുക. ഒരു നവജാത ശിശു കൂടുതൽ സെൻസിറ്റീവ് ആണെന്ന് എല്ലായ്പ്പോഴും ഓർക്കുക. ഒരു നവജാത ശിശുവിനെ കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യേണ്ട ചില മുൻകരുതലുകൾ ഇവയാണ്. നവജാത ശിശുവിനെ തോന്നിയ പോലെ എടുക്കരുത്. അതിനാൽ കുഞ്ഞിന്റെ കാൽമുട്ടിൽ ചവിട്ടുകയോ വായുവിൽ എറിയുകയോ ചെയ്യരുത്. കളിക്കായാലും ദേഷ്യത്തിൽ ആയാലും നവജാത ശിശുവിനെ ഒരിക്കലും കുലുക്കരുത്. കുഞ്ഞിന്റെ കഴുത്തിനു ചുറ്റും പെട്ടെന്നുള്ള ചലനങ്ങൾ ഒഴിവാക്കുക. ഇവയെല്ലാം കുഞ്ഞിന് ആന്തരികമായ പരുക്കുകൾ ഉണ്ടാക്കിയേക്കാം. വീട്ടിൽ വെച്ചുള്ള പൊക്കിൾക്കൊടി പരിചരണത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിക്കും. കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പൊക്കിൾക്കൊടി ചരടാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആവശ്യമില്ല. ജനിച്ച ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പൊക്കിൾക്കൊടിയുടെ ചലനം നിലയ്ക്കുന്നു. അത് ഒട്ടിക്കുക. ആശുപത്രിയിൽ നിന്ന് കുഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ചരട് വരണ്ടുണങ്ങുവാൻ തുടങ്ങുന്നു. 1-2 ആഴ്ചകൾക്കുള്ളിൽ ചരട് സ്വയം വീഴും. കുഞ്ഞിന്റെ ശരീരത്തിൽ അണുബാധയുണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പൊക്കിൾക്കൊടി എന്നത് ദയവായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് ശരിയായി പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി വരണ്ടിരിക്കേണ്ടതും ആണെന്ന് ഓർക്കുക. പൊക്കിൾക്കൊടി വീഴുന്നതുവരെ സ്പോഞ്ച് ബാത്ത് മാത്രമേ നൽകാവൂ. ചരട് കുഞ്ഞിന്റെ നാപ്പിയുടെ പുറത്ത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ നാപ്പിയുടെ മുകളിലത്തെ അരികിലേക്ക് മടക്കി വയ്ക്കാം. ചരടുകളുടെ അറ്റത്തുനിന്ന് തൊലിയുടെ ഭാഗത്തുനിന്നോ രക്തസ്രാവം ഉണ്ടെങ്കിൽ ദയവായി കുഞ്ഞിന്റെ ഡോക്ടറുമായി ബന്ധപ്പെടുക. പഴുപ്പ്. പൊക്കിളിനു ചുറ്റും വീക്കം അല്ലെങ്കിൽ ചുവപ്പ് ഉണ്ടെങ്കിൽ പൊക്കിളിന്റെ പ്രദേശം കുഞ്ഞിന് വേദനാജനകമാകുന്നതിന്റെ സൂചനകൾ. 1 മാസം പ്രായമാകുമ്പോൾ പൊക്കിൾക്കൊടി വീഴുന്നില്ലെങ്കിൽ, ചില സമയങ്ങളിൽ പൊക്കിൾക്കൊടി വീഴുമ്പോൾ ചെറിയ അളവിൽ രക്തം ഉണ്ടാകാം, ചിലപ്പോൾ ചരട് വീണതിനു ശേഷവും. എന്നാൽ ഇത് വേഗത്തിൽ നിൽക്കണം. ചരട് ഒരിക്കലും വലിച്ചെടുക്കരുത്. കൂടാതെ ഏതെങ്കിലും ക്രീം അല്ലെങ്കിൽ പൗഡർ അതിലേക്ക് പ്രയോഗിക്കരുത്. ചരട് വീണതിനു ശേഷം കുഞ്ഞിന്റെ പൊക്കിളിൽ ഏതെങ്കിലും ബാൻഡേജ് കെട്ടുക. നവജാത ശിശുവിന് വേണ്ട പോഷക ഘടകങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. പ്രസവശേഷം 1 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുവിന് മുലയൂട്ടണം. ആദ്യത്തെ 6 മാസത്തേക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ശുപാർശ ചെയ്യുന്നു. കൂടാതെ കുഞ്ഞിന് വേണ്ടുവോളം സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് നൽകുകയും കുഞ്ഞിന്റെ വിശപ്പ് സൂചനകൾ നോക്കുകയും വേണം. ഇതേ സീരീസിലെ മറ്റൊരു ട്യൂട്ടോറിയലിൽ ഈ പോയിന്റുകളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. നവജാത ശിശുക്കൾക്ക് വേണ്ട ആഹാരം നൽകുന്നതിനായി ഇടയ്ക്കിടെ ഉണർന്നിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചെറിയ മാസം തികയാത്ത കുഞ്ഞുങ്ങൾ. ആരോഗ്യമുള്ളതോ മാസം തികയാത്ത കുഞ്ഞുങ്ങളോ മുല കുടിക്കുവാൻ താൽപര്യം കാണിക്കുന്നില്ല എങ്കിൽ
അമ്മ ഒരു ഡോക്ടറോ ആരോഗ്യ പ്രവർത്തകയെയോ കാണണം. മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പലപ്പോഴും വായു ഉള്ളിലേക്ക് എടുക്കുന്നു. ഇത് അവരെ അസ്വസ്ഥരാക്കും. ഇത് തടയുന്നതിന് ഓരോ മുലയൂട്ടലിനു ശേഷവും കുഞ്ഞിനെ ഇരുത്തി തോളിൽ തട്ടുക. ഇതേ സീരീസിന്റെ മറ്റൊരു ട്യൂട്ടോറിയലിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അടുത്തത് ഡയപ്പറിംഗ് ആണ്. ഓരോ മലവിസർജനത്തിനു ശേഷവും തുണി അല്ലെങ്കിൽ നാപ്പി നനഞ്ഞാൽ കുഞ്ഞിനെ പുറകിലേക്ക് കിടത്തി മലിനമായ നാപ്പി നീക്കം ചെയ്യണം. കുഞ്ഞിന്റെ ജനനേന്ദ്രിയം വൃത്തിയാക്കുവാനും തുടയ്ക്കുവാനും വെള്ളവും മൃദുവായ തുണികളും ഉപയോഗിക്കുക. സോപ്പ് കുഞ്ഞിന്റെ ജനനേന്ദ്രിയ ഭാഗത്ത് പ്രയോഗിക്കരുത്. ഒരു പെൺകുട്ടിയെ തുടയ്ക്കുമ്പോഴെല്ലാം മൂത്രനാളിയിലെ അണുബാധ ഒഴിവാക്കുവാൻ അവളെ മുന്നിൽ നിന്നും പിന്നിലേക്ക് തുടയ്ക്കണം. എല്ലായ്പ്പോഴും നാപ്പി മാറ്റുന്നതിനു മുൻപും ശേഷവും അമ്മയോ പരിപാലകനോ നന്നായി കൈകഴുകണം. ഒരു കുഞ്ഞിനെ ഡയപ്പർ ചുണങ്ങ് ബാധിച്ചേക്കാം. ഡയപ്പർ ചുണങ്ങ് സാധാരണയായി ഒരു ആശങ്കയാണ്. സാധാരണയായി ചുണങ്ങ് ചുവപ്പും വീർത്തതും ആണ്. ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക. ക്രീമുകളും ചില സമയങ്ങളിൽ ജനനേന്ദ്രിയ ഭാഗത്ത് ഡയപ്പർ അല്ലെങ്കിൽ നാപ്പി വെക്കാതെയും കഴിഞ്ഞാൽ അത് കുറച്ചു ദിവസത്തിനുള്ളിൽ പോകും. കുഞ്ഞിന്റെ ചർമ്മം സെൻസിറ്റീവ് ആയതിനാൽ നനഞ്ഞ നാപ്പി കാരണം അസ്വസ്ഥത ആകുന്നതിനാലാണ് മിക്ക തടിപ്പുകളും ഉണ്ടാകുന്നത്. ഡയപ്പർ ചുണങ്ങ് തടയുന്നതിനും ചികിത്സിക്കുന്നതിനും കുഞ്ഞിന്റെ നാപ്പി മാറ്റുക, പ്രത്യേകിച്ച് മലവിസർജനത്തിനു ശേഷം. ആ ഭാഗം മൃദുവായ തുണിയും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക. ചിലപ്പോൾ പ്രകോപിക്കുവാൻ ഇടയുള്ളതിനാൽ വൈപ്പുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഡയപ്പർ ചുണങ്ങിന് ബാരിയർ ക്രീം വളരെ കട്ടിയിൽ പ്രയോഗിക്കുക. സിങ്ക് ഓക്സൈഡുള്ള ക്രീമുകൾ ഈർപ്പം തടയുന്നതിനുള്ള ഒരു മാർഗം ആണ്. കളറും മണവും ഇല്ലാത്ത ഡിറ്റർജന്റുകളും ഉപയോഗിച്ച് കുഞ്ഞിന്റെ നാപ്പി കഴുകുക. ദിവസത്തിൽ കുറച്ചു സമയം ഡയപ്പർ അല്ലെങ്കിൽ നാപ്പി ഇല്ലാതെ കുഞ്ഞിനെ വിടുക. ഇത് ചർമ്മത്തിലേക്ക് വായുസഞ്ചാരത്തിനുള്ള അവസരം നൽകുന്നു. ഡയപ്പർ ചുണങ്ങ് 3 ദിവസത്തിൽ കൂടുതൽ തുടരുന്നുവെങ്കിൽ, മോശമാകുന്നതായി തോന്നുന്നുവെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. ഇത് ഫംഗസ് അണുബാധ മൂലം ആകാം. ഇതിന് മരുന്ന് ആവശ്യമായി വരും. അവസാനമായി കുഞ്ഞിന്റെ ഉറക്കത്തിന്റെ രീതിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കുഞ്ഞുങ്ങൾ ഒരു ദിവസത്തിൽ 14 മുതൽ 16 മണിക്കൂറോ അതിൽ കൂടുതലോ ഉറങ്ങുന്നു. നവജാത ശിശുക്കൾ സാധാരണയായി 2 മുതൽ 4 മണിക്കൂർ ഉറങ്ങുന്നു. പല നവജാത ശിശുക്കളും രാത്രിയും പകലും ഉറങ്ങുന്നു. രാത്രിയിൽ ജാഗരൂകരായിരിക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്നു. രാത്രിയിൽ കൂടുതൽ ഉറങ്ങുവാൻ അവരെ സഹായിക്കുന്നതിന് ഒരു രീതി രാത്രിയിൽ കുറഞ്ഞ ഉത്തേജനം കൊടുക്കുക എന്നതാണ്. ഉദാഹരണം, രാത്രിയിൽ ഒരു വിളക്ക് ഉപയോഗിച്ച് ലൈറ്റുകൾ കുറയ്ക്കുക. പകൽ സമയത്ത് കുഞ്ഞുമായി സംസാരിച്ചും കളിച്ചും കുറച്ചുനേരം ഉണർന്നിരിക്കുവാൻ ശ്രമിക്കുക. കുഞ്ഞ് ഉറങ്ങുമ്പോൾ എപ്പോഴും അവരുടെ പിന്നിൽ ആയിരിക്കണമെന്ന് അമ്മയോ പരിപാലിക്കുന്നവരോ ഓർക്കുക. ഇത് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നു. സുരക്ഷിതമായ ഉറക്കത്തിന്റെ രീതികൾക്കായി താഴെ പറയുന്ന രീതികൾ ഒഴിവാക്കുക. പുതപ്പ്, ക്വിൽറ്റ്സ്, കട്ടികൂടിയ കമ്പിളികൾ, സ്റ്റഫ് ചെയ്ത കളിപ്പാട്ടങ്ങൾ, തലയിണകൾ എന്നിവ. ഇതെല്ലാം കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാക്കിയേക്കാം. ഓരോ രാത്രിയിലും കിടക്കുമ്പോൾ കുഞ്ഞിന്റെ തലയുടെ പൊസിഷൻ മാറ്റുക. ഉദാഹരണമായി, ആദ്യം വലതുവശം, പിന്നെ ഇടതുവശം എന്നിങ്ങനെ. ഇത് കുഞ്ഞിന്റെ തലയിൽ ഫ്ലാറ്റ് സ്പോട്ട് ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു. നവജാത ശിശു സംരക്ഷണത്തെക്കുറിച്ചുള്ള ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. പങ്കെടുത്തതിന് നന്ദി.